ഹലോ വെൽക്കം ടു പി ഫോർ പീലി. അപ്പം ഇന്നത്തെ യാത്ര സ്കൂപ്പ് സോയിലേക്കാണ്. ഇൻസ്റ്റാഗ്രാം റീല് കണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വീടിനടുത്താവുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ വന്നപ്പോൾ പുറത്ത് ആംബിയൻസാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എഴുതി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നേരെ അകത്തോട്ട് ചെന്നപ്പോൾ അതേ കണ്ടിട്ടില്ലാത്ത തരം ഫ്ലേവർ ഐസ്ക്രീമൊക്കെ ഉണ്ട്. എല്ലാത്തിനും 20 രൂപ, 25 രൂപ, 30 രൂപയാണ്. സ്റ്റാർട്ടിങ് 20 രൂപയാണ്. പിന്നെ കോള, പൈനാപ്പിൾ ചില്ലി അങ്ങനെയൊക്കെയുള്ള ഫ്ലേവറിന് 10 രൂപയുള്ളൂ. അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്തെടുത്തത് ഇത് ബബിൾക്കം ഫ്ലേവറാണ്. ഇതിന് കഴിച്ചിട്ട് ബബിൾക്കം കണക്ക് തുപ്പണോ അത് തിന്നിറക്കണോ എന്നാണ് ഞാൻ ആദ്യം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്തേ തിന്ന് നോക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു ബബിൾക്കം, അടിപൊളി ഫ്ലേവറായിരുന്നു. അപ്പോൾ ബബിൾക്കം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ആറ്റിങ്ങൽ സ്കൂപ്സോയിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ്. പേര് പറഞ്ഞു തന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ഫ്ലേവേഴ്സ് നമുക്കങ്ങനെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടാറുള്ളൂ. നമ്മൾ ഇതിനു മുമ്പേ കഴിച്ചത് വർക്കല ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കാണ് നമ്മൾ കഴിച്ചത്. പക്ഷേ അത്ര നമുക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ഇത് വെറൈറ്റി ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ച എല്ലാ ഐസ്ക്രീമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിഞ്ചു ആദ്യം വാങ്ങിയത് ബബിൾക്കം ആയിരുന്നു. ഞാൻ വെറൈറ്റി പേര് കണ്ടുകൊണ്ടാണ് വാങ്ങിയത്. അതിൻ്റെ പേരാണ് ഹണി റോസ്. ഞാൻ ഇതുവരെയും അങ്ങനെ ഫ്ലേവറോ അല്ലെങ്കിൽ ആ പേരോ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ഇത്രയും നാളിൻ്റെ ഇടയിൽ കേട്ടിട്ടില്ല. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. ചിഞ്ചുവിന് ബബിൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പായിരുന്നു ചിഞ്ചു ഫലൂഡ ബുക്ക്ലെറ്റ് മറിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ 20 രൂപയുടെ ഐസ്ക്രീം മാത്രം കുടിച്ചിട്ട് പോയാൽ നഷ്ടക്കച്ചവടമായി പോകൂലെന്ന് വിചാരിച്ച് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഹെവി ആയിട്ടൊരു ഫലൂഡ തന്നെ ആവാമെന്ന്. അങ്ങനെ ഞങ്ങളിതേ ഓർഡർ ചെയ്ത ഫലൂഡയാണ് ഇത്. ഗുലാം ജാം ഫലൂഡ 150 രൂപയാണ് ഒന്നിന്. അത് ഓർഡർ ചെയ്തിരിക്കുന്ന ഗ്യാപ്പിൽ ഞാനൊരു അവക്കാഡോ ഐസ്ക്രീമും ചേട്ടനൊരു ഡേറ്റ്സ് ഐസ്ക്രീമും പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് ബബിൾക്കത്തിൻ്റെ അത്ര ഇഷ്ടമായില്ല. എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ ബബിൾക്ക ഐസ്ക്രീം തന്നെയാണ്. ഇതാണ് ഡേറ്റ്സ് ഐസ്ക്രീം ചേട്ടൻ്റെത്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവക്കാഡോയുടെ പ്യുവർ ടേസ്റ്റ് ആയിരുന്നെങ്കിലും കൊള്ളായിരുന്നു. നെക്സ്റ്റ് ഇതേ ഗുലാം ജാം ഫലൂഡയാണ്. ഒരു 2 ഗുലാം ജാമാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഒന്നും അകത്തും ഒന്നതേ പുറത്തും. അതിൽ നിന്ന് 2 കഷ്ണം എടുത്തപ്പോൾ തന്നെ വെളിയിൽ പോയി. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ടേസ്റ്റുള്ള ഫലൂഡ ആയിട്ടൊന്നും തോന്നിയില്ല. ആവറേജ് ഫലൂഡ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫലൂഡയായിരുന്നു. ഭയങ്കര ടേസ്റ്റ് അല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല കുഴപ്പമില്ലായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ആവറേജ് ഫലൂഡ. പിന്നെ ഞാൻ മേടിച്ച ഡേറ്റ്സ് ഐസ്ക്രീം ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഹണി റോസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബബിൾക്കോം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ബബിൾക്കോം നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചിഞ്ചു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബബിൾക്കാം ഇത് ഐസ്ക്രീമാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിറങ്ങിയിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഫീഡ്ബാക്കുകൾ എഴുതി അവിടെ ഒരു ബോർഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഫീഡ്ബാക്കുകളാണ് എഴുതി ഒട്ടിച്ചേക്കുന്നത്. ഒരാൾ പോലും മോശം കമൻറ്റുകളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ പോയി ഒന്ന് കഴിച്ചു നോക്കുക. ആറ്റിങ്ങിലാണ്.